കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ വൈഫിൻ്റെ ഒരു മെസ്സേജ്, ഹായ് ഹൗ ആർ യു എന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ചു, ഇവളെന്തിനാണ് എനിക്ക് ഇപ്പോൾ മെസ്സേജ് അയക്കുന്നത്? കാരണം ഇയാൾ എൻ്റെ കൂടെ തന്നെ ഇരിപ്പുണ്ട്. ബട്ട് അതൊരു ഹണി ട്രാപ്പിങ്ങിലേക്ക് എന്നെ പെടുത്താനുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. പല പല സുഹൃത്തുക്കൾക്കും ഇതുപോലെയുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. പലരും അറിഞ്ഞോ അറിയാതെയോ ഇതുപോലെയുള്ള ട്രാപ്പിലൊക്കെ പെടാറുണ്ട്. എങ്ങനെ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാം? അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഫേസ്ബുക്കിലെ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാം. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹണി ട്രാപ്പുകളിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ്. ഇതുപോലെയുള്ള ടീമുകൾ നമ്മളെ ട്രാപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ നമുക്ക് മെസ്സേജ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ അയക്കാം, ഇതുമല്ലെങ്കിൽ നമ്മളെ ഫോൺ ചെയ്ത് ട്രാപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. എങ്ങനെയാണ് ഇതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങൾക്ക് വരുന്ന ഫേസ്ബുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഫേസ്ബുക്ക് ഫ്രണ്ട് നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ടുകളിൽ ആഡ് ഓൺ ചെയ്തതാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ എന്തിനാ നമ്മുടെ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്റേഴ്സിനൊക്കെ ഒരുപാട് ഫ്രണ്ട് റിക്വസ്റ്റുകൾ പലയിടത്തും വരാറുണ്ട്. ഇവരെയൊക്കെ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഇവർ നമ്മുടെ മ്യൂച്വൽ ഫ്രണ്ട് റിക്വസ്റ്റിലുണ്ടോ എന്ന് ആദ്യമായിട്ട് ചെക്ക് ചെയ്യുക. പിന്നെ ഹണി ട്രാപ്പ് ഉദ്ദേശിച്ച് ചെയ്യുന്ന ആളുകളുടെ മെസ്സേജ് പൂർണ്ണമായിട്ടും ചൈനീസോ ഫിലിപ്പീൻസിൻ്റെയൊക്കെ ഇമേജ് വെച്ചിട്ടായിരിക്കും അയക്കുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇത് ജെനുവിൻ ആണോ എന്ന് നമ്മളൊന്ന് ക്ലാരിഫൈ ചെയ്യുക. ഉദാഹരണത്തിന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ലക്ഷത്തിൻ്റെ ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഫോൺ ലഭിച്ചു എന്നൊക്കെ മെസ്സേജുകൾ കാണാറുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു സാധനവും ഒരാളും ഫ്രീ ആയിട്ട് ഒരാൾക്കും കൊടുക്കുകയില്ല. എന്തിനും നമുക്ക് ഒരാൾ ഐഫോൺ തരണം? നമ്മൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ട്രാപ്പിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാവുന്നതാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ തന്നെ മെസ്സേജ് ആണ് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അൺവാണ്ടഡ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ മെസ്സേജുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഒരു പക്ഷേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സൈറ്റിലായിരിക്കും നമ്മൾ ചെല്ലുന്നത്. ആ സൈറ്റിൽ നിന്നുകൊണ്ട് നമ്മളെ ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഒരു പരിചയമില്ലാത്ത ആളോടാണ് നമ്മൾ ചാറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് ഒരിക്കലും ചാറ്റ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ വീഡിയോ അവരെടുക്കുകയും പിന്നെ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മളെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഏതെങ്കിലും മ്യൂച്വൽ ഫ്രണ്ട് അതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക. അൺവാണ്ടഡ് ആയിട്ടുള്ള മെസ്സേജുകളെ ഓപ്പൺ ചെയ്യാതിരിക്കുക. ഇൻ കേസ് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആവശ്യമില്ലാത്തതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്യാതിരിക്കുക. പിന്നെ മെയിലിലൂടെ നമ്മളെ കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ചെയ്യുന്നത് ഏതെങ്കിലും ബാങ്കിന്റെ പേരിൽ നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ ലോൺ തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഐഫോൺ ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ മെസ്സേജുകൾ സർവ്വസാധാരണം എല്ലാവർക്കും ലഭിക്കാറുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്തിന് നമുക്ക് ഒരു സാധനം ഫ്രീ ആയിട്ട് തരുന്നു? യാതൊരു കാരണവശാലും ഒരു കമ്പനിയും നമുക്ക് ഒരു സാധനവും ഫ്രീ ആയിട്ട് തരികയില്ല. പിന്നെ ഈ മെയിലുകൾ റീഡ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കാരണവശാലും അങ്ങനത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെ ട്രാപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇങ്ങനത്തെ ആളുകളെ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം? ജെനുവിൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ മെയിൽ അയച്ചിരിക്കുന്ന ആളുകളുടെ ഇമെയിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇപ്പൊ ബാങ്കിന്റെ ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ ഒഫീഷ്യൽ മെയിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അയക്കുക. പക്ഷേ ട്രാപ്പ് ചെയ്യുന്ന ആളുകൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല, അവർ ഏതെങ്കിലും മെയിലിൽ നിന്നൊക്കെയാണ് അയക്കുന്നത്. വേറൊരു കാര്യം, നമുക്ക് അനോണിമസ് ആയിട്ടുള്ള ഫോൺ കോളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് യാതൊരു കാരണവശാലും പ്രൊവൈഡ് ചെയ്യാതിരിക്കുക. നോർമലി വിദേശത്തുള്ള ആളുകളെയൊക്കെ ട്രാപ്പ് ചെയ്യാനാണ് ഇങ്ങനെ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ സിസ്റ്ററിന് തന്നെ ഒരാൾ ഫോൺ ചെയ്യുണ്ടായി, ഞാൻ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, ഒരു 2000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞിരുന്നു എന്നൊക്കെ. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. എന്തായാലും ഇങ്ങനത്തെ ട്രാപ്പുകളിലൊന്നും പെടാതിരിക്കാൻ നമ്മുടെ സഹോദരന്മാരൊക്കെ സൂക്ഷിക്കുക, ഇന്റർനെറ്റ് സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇതുപോലെയുള്ള ഇഷ്യൂകളിൽ പെടാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുക. ടെക്നോളജി സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. പുതിയ ഇതുപോലെയുള്ള അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. മതി, കറക്റ്റല്ലേ പാച്ചു പറഞ്ഞത്?